കാര്യം ഞാനൊന്നും ഒരു കാലത്തും ഒരു പാട്ടെഴുത്തുകാരനാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ജീവിത സാഹചര്യം അതായിരുന്നു. എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു. 15 വയസ്സിൽ അച്ഛൻ മരിക്കുമ്പോൾ 3 സഹോദരിമാർ, ഇളയതും അമ്മയും മുത്തശ്ശിയും 5 പെണ്ണുങ്ങളും ഞാനും 5 പൈസയും ഇല്ലാത്തൊരു വീട്. വയലാർ സമ്പാദിച്ചത് മലയാളികളെയാണ്, പണമല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നു. ഇപ്പോഴും മലയാളികൾ തരും എന്തെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ആകുന്നില്ല. പക്ഷെ കാലഘട്ടം അച്ഛൻ്റെ കവിത തന്നെ ഉണ്ട്. അച്ഛനെ വിടില്ലായിരുന്നു സിനിമയിലേക്ക്. നീ ഡോക്ടറാകും, അതിനുവേണ്ടിയുള്ള എല്ലാ പരിപാടിയും ഉണ്ടാക്കി. നോവുന്നതിനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു തത്വശാസ്ത്രത്തിൻ്റെ ഉടമ. സ്നേഹിക്കുകയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തിൽ എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പം നോവുന്ന ആത്മാവിനെ സുഖപ്പെടുത്താൻ ഒരു ഭിക്ഷക്കൂരൻ ഒരു ഡോക്ടർക്ക് പറ്റും. നീ അതാകും. എല്ലാം അതേ വഴിക്ക് പോകുന്നു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എത്തിയിട്ട് അത് കൈവിട്ടുപോയി. അത് നമുക്ക് പറയാനുണ്ടെങ്കിൽ കുറേ ഉണ്ട്. അപ്പോഴും ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. അന്ന് എന്നെ കളിയാക്കുകയും ചെയ്തു. പാട്ടെന്നൊക്കെ പറഞ്ഞത് കാലത്തിൻ്റെ ഓരോ കളിയായിരുന്നു. ഞാൻ അവിടെ തൊട്ടടുത്ത് UB ഗ്രൂപ്പിന് JMLAയുടെ മാഗ്നവൽ കമ്പനി വീടിനടുത്താണ്. എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. എനിക്ക് 3-5 പെണ്ണുങ്ങളാണ്. എൻ്റെ ഒരു വരുമാനം മാത്രമേ മദ്യ കമ്പനിയിൽ ഒരേ അതൊക്കെ അവിടെ കടിച്ചു പിടിച്ച് കിടന്നു. അത് കഴിഞ്ഞ് അവിടെ 22 കൊല്ലം ജോലി ചെയ്തു. അപ്പോഴാണ് ഒരു സിനിമയിലേക്ക് ഒരു അവസരം. പക്ഷേ ജോലി തടസ്സമായി. രണ്ടും 2 സ്വഭാവം. ആദ്യം ഒന്ന് പോയി എന്നെ പറഞ്ഞു കമ്പനി എന്ന് പറഞ്ഞു. അന്ന് JMLAയായിട്ട് പരിചയമുണ്ടായിരുന്ന വീരേന്ദ്രകുമാർ, നമ്മുടെ മാതൃഭൂമിയുടെ അദ്ദേഹത്തിൻ്റെ മകൻ ശ്രേയംസ് കുമാർ വഴി ജോലി വീണ്ടും കിട്ടി. രണ്ടാമത് അടുത്ത സിനിമ വന്ന് പോയി ഗൗരിയമ്മ വന്നു ആ ജോലി മേടിച്ചത്. പക്ഷെ ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടത്തില്ല. ഒരേ സമയത്ത് ഭാര്യയും കാമുകയും ഒരുമിച്ച് കണ്ടായിരുന്നായിരിക്കും ഒരാണിൻ്റെ മനോവ്യത. അതുപോലെ ഇത് നമ്മളൊരു ഇഷ്ടമാണ്, മറ്റത് ജീവിക്കാണ്. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇത് രണ്ടും കൂടെ ഒന്നാകാണെങ്കിൽ എപ്പോഴും രക്ഷപ്പെടും. വലിയ പ്രയാസമാണ്. പക്ഷെ അങ്ങനെ ജോലി വീണ്ടും പോയി. കമ്പനി എന്നെ അവസാനം വിളിച്ചു പറഞ്ഞു, ഇനി നിങ്ങൾക്ക് നിങ്ങൾ കലാകാരങ്ങൾ എന്ന കാര്യത്തിൽ ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നു. പക്ഷേ നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനാണ് ഞങ്ങൾ ശമ്പളം തരുന്നത്. നിങ്ങൾ ഇവിടെ മുഴുവൻ നേരം ഉണ്ടായേ പറ്റും. ഞാൻ വീണ്ടും ധർമ്മസ്ഥലത്തിലായി 2 വട്ടം ജോലി പോയില്ല. പക്ഷേ അന്നേരമാണ് ഈ മെഴുകറ്റിൽ എന്നുള്ള സിനിമ എഴുതാൻ ദിവസം ആലിലെ തലയുമായി ആ പാട്ടിൽ എന്തിനാ ഇതിൻ്റെ ഇടം കണ്ണു തട്ടി. അത് ഒരു വഴിത്തിരിവായപ്പോൾ ഇനി വാതിൽ തുറക്കും എന്നൊരു ചെറിയ പ്രതീക്ഷ. ആ സമയത്ത് കമ്പനി ഒരു VRS പ്രഖ്യാപിച്ചു. ആദ്യം പോകാൻ ഒരു തുക വീട്ടിലേക്ക് കൊടുക്കാൻ, അതിൻ്റെ പലിശ കൊണ്ട് കഴിയാനുള്ള അവസ്ഥയാണ്. വീട് അങ്ങ് പൊക്കോളും, നമുക്കിതിൻ്റെ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാണ് നോക്കുന്നത് അച്ഛൻ്റെ ഒരു കവിതയുടെ അവസാനം. അച്ഛന് പാടാൻ എഴുതിയ ഗാനം കൊച്ചു മകന് തരാം ഞാൻ, മുറിഞ്ഞ ഗാനം മുഴുമിക്കുക നീ പറഞ്ഞു പോയൻ അവന്. പുള്ളി എന്തും ഇഷ്ടമുണ്ടായിരുന്നു. നമ്മളോടത്ത് മുഖം മുടിയെടുത്ത് വേണ്ടാന്ന് പറഞ്ഞ് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ജീവിതാനുഭവമായിരിക്കും. പക്ഷെ ഇങ്ങനെ ആഗ്രഹങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കാലം കുറിപ്പിച്ച് വെച്ചാൽ ഒരു പിതാവിൻ്റെ വാക്കുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു വെച്ചാൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട്. കാലം എന്നെ അവിടേക്ക് വീണ്ടും കൊണ്ടുപോകും. പഞ്ചവർണ്ണ കിളിയേ നീലത്താമരേ പുണ്യം ചൂടിയൻ ചാത്തുകുടഞ്ഞൊരു സൂര്യൻ മാനത്ത് പൊട്ടുതൊടുന്നൊരു നാണം തേന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാർ സുന്ദരിയെ ചെമ്പകമലരേ സുന്ദരനെ ചെങ്കതിരഴകേ പള്ളിപ്പൂവേ മല്ലിപ്പൂവിൻ വള്ളിക്കൂടിൻ വെള്ളിച്ചന്തം നീയല്ലേ തന്താനേലേലോ പാട്ട് മനസ്സിലൊരു നീരാട്ട് അന്തിപ്പൂവാനം പോ